കഷ്ടായി. ഓക്കെ ആണോ? എടാ എനിക്ക് ആ മോഡലൊന്ന് പരിചയപ്പെടുത്താളാ. എടാ അത് കെവിൻ, എസ്റ്റാബ്ലിഷ്ഡ് മോഡലാ. 19 ആഡൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. കാണാൻ ചെറുപ്പക്കാരനാന്നേ ഉള്ളൂ, നല്ല സീനിയറാ. ഞാൻ ഒന്ന് കമ്പനിയാ വരുന്നുള്ളൂ, അതേ പരിചയപ്പെടുത്തരാം. അയാൾ വല്ല സീനിയറാണ് നീ പരിചയപ്പെടുത്തണ്ട. ആ പെൺകുട്ടി പുതിയ ആളല്ലേ, അവളെ പരിചയപ്പെടുത്ത്. എടാ നീ എന്തായാലും ലൈറ്റ് കറക്റ്റ് ചെയ്യണം. നീ ഒന്ന് അവിടെ നിന്ന് ഞാൻ നിന്റെ അടിപൊളി 2-3 ഫോട്ടോസ് എടുത്തരാം. ആദ്യം ഫോട്ടോ കാണിച്ചിട്ട് പിന്നെ ഹലോ. എന്തുപറ്റി? താങ്ക് യു അവിനാഷ്. എന്തിന്? ഈ ചാൻസിന്. എടോ തൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ക്ലയൻസിന് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഹാപ്പിയായി. വെറുതെ ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ട. എടാ നീ അവിടെ തന്നെ ലൈറ്റ്. പിന്നെ അപ്പം എന്തായാലും ചെന്ന് റെഡി ആയിക്കോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. പിന്നെ 2 സൈഡിലെ ഹൈലൈറ്റ് ഒന്ന് ഇച്ചിരി കുറച്ചോ, ബാക്കിയല്ലോ ഓക്കെയാണ്. ഹെയർ ഓക്കെ. ഒന്ന് പരിചയപ്പെടുത്താടാ. എനിക്ക് ഇത് തന്നെ തൊഴില്. ഒന്ന് മാറിക്ക്, എനിക്ക് പണിയുണ്ടാ. നിക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണോ, നീ ആ കുട്ടി ഇങ്ങോട്ട് വിളിക്കോ? നീ ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ ഞാൻ ചെയ്യാം. ഇത് പിടിച്ചേ. നീ ഒന്ന് പുറത്തു പോയിട്ടെ എന്തെങ്കിലും സ്നാക്സ്, ജ്യൂസ് തേക്കണയാണ് അവി. ബ്രേക്ക് ആകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. നീ ഒന്ന് പെട്ടെന്ന് പോയിട്ടോ പ്ലീസ്. പോയി എൻ്റെ അപർണയെ നോക്കിക്കൊള്ളണം. പോടാ. ഇയാളുടെ പേരെന്തായിരുന്നു? അപർണ. എവിടെ താമസിക്കുന്നു? 1 സെക്കൻഡ് കെവിൻ. ഇതിൻ്റെ പൊസിഷനിങ് ഒന്ന് ചെറിയൊന്ന് കുറച്ചുകൂടി നിങ്ങൾ ലെഫ്റ്റിലേക്ക് നിന്ന് എന്നിട്ട് ഈ കൈ കൊണ്ടൊന്ന് പിടിക്കുക. അപർണ ഈ സൈഡിലേക്ക്. ഒന്ന് ഒത്തിരി കൂടി ഒന്ന് നീങ്ങുക. ഫേസിങ് പൊസിഷനല്ലേ, എനിക്ക് മനസ്സിലായി. ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. അല്ല, നമ്മൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണല്ലോ ടൈം എടുക്കുന്നത്. ഓക്കെ, ക്യാരി ഓൺ. പക്ഷെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ. ഓക്കെ, ഇനി ടൈം എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ. എന്താ അല്ലേ, കുട്ടിയുടെ ഫസ്റ്റ് ആയിട്ടാന്നല്ലേ പറഞ്ഞേ? ആ പൊസിഷൻ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണേ. ഓക്കെ, നൈസ്. സ്മൈൽ. കെവിൻ ലുക്ക് ക്യാമറ തന്നെ ആവണേ. ഓക്കെ. പൊസിഷൻ. ആ കെമിസ്ട്രി ഒന്ന് ഫീൽ ആവുന്നില്ല. നിങ്ങൾ കപ്പിൾസ് ആണ്, അപ്പോൾ അതിൻ്റെ ഒരു വൈബ്. ഓക്കെ, ഒന്ന് അപ്പ് ചെയ്യാം. അവിനാഷ് ഞാൻ ഓക്കെ. യു ആർ ഓക്കെ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അതെന്താ കെവിൻ? സി മിസ്റ്റർ അവിനാഷ്, ഇതെൻ്റെ 50ാമത്തെ ആഡാണ്. ഇതുവരെ ആരും എന്നെ പറ്റി ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. മോറോവർ ഒരു ഷോട്ടിന് വേണ്ടി ഇത്ര സമയം ആരും എടുത്തിട്ടുമില്ല. എനിക്ക് ആരും തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്ന്. ശരിയാണ്, ആകെ 8-9 ആഡുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നെ തേടി വന്ന നല്ലതാവാൻ സാധ്യതയില്ലാത്തൊരു 10-20 വർക്കെങ്കിലും ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. കെവിൻ എൻ്റെ വർക്കുകളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ, അതൊന്നും അമേച്ചർ അല്ലല്ലോ. ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് നമുക്ക് നന്നായിട്ട് തീർക്കാം. ഓക്കെ. ആൻഡ് വാട്ട് ഇഫ് ഐ ഡോണ്ട്? സി, നിങ്ങളുടെ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി ഞാൻ എന്തിനു ടൈം വേസ്റ്റ് ചെയ്യണം? സർ, കൂൾ ഡൗൺ. നമുക്കിത് ജോളിയായിട്ട് തീർത്താ പോരെ, എന്തിനാ വെറുതെ? സി, അങ്ങനെയാണെങ്കിൽ ഇയാളോട് പറഞ്ഞു കൊടുക്ക് എങ്ങനെയാണ് ഒരു സീനിയറിനോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറയാം. ഇതൊക്കെ മൈൻഡ് ചെയ്ത് വിട്ടേക്കും, നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം. അവി ടെൻഷൻ ആവണ്ട. ഓക്കെ സർ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ. ഓക്കെ. എന്താണ് മൊത്തത്തിലൊരു മൂകത? ആ മോഡൽ ഭയങ്കര സീനാണ്. കളഞ്ഞു പോയതോ പൊട്ടിപ്പോയതോ ആയിരുന്നെങ്കിൽ വേറെ ഒരെണ്ണം മേടിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ഇതിനിപ്പോ ചേച്ചി എങ്ങനെ പരിഹാരം കാണാനാടാ? പരിഹാരം ഞാൻ കണ്ടനെ. ലൈഫിൽ ഒരു തവണ അവിടെ അവനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയോ, ചേട്ടൻ മരിച്ചപ്പോൾ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടില്ല എന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി നോക്കിപ്പോയി. എന്നിട്ടും എങ്ങും എത്തിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ടീ സ്റ്റാൾ തുടങ്ങിയത്. അതിനുശേഷമാണ് നിങ്ങൾ താമസിക്കുന്ന ആ വീടും പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചത്. എന്നാലും ഒരു വശത്ത് കുറേ കടക്കാരും പിന്നെ ഒരിക്കലും നന്നാവരുതെന്ന് വിചാരിക്കുന്ന കുറേ ബന്ധുക്കളും. ജീവിതം വിട്ടുകൊടുക്കാനായിരുന്നെങ്കിൽ ഞാൻ അന്നേ ചെയ്യണമായിരുന്നു. പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോഴും ഞാനായിട്ടിരിക്കുന്നത്. എടാ, നിന്റെ ഐഡിയ മാത്രമേ അവർക്ക് കട്ടെടുക്കാൻ പറ്റുള്ളൂ. നിന്റെ കഴിവും ബുദ്ധിയും ഇപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. നീ ഇനിയും ട്രൈ ചെയ്യേ. സാമേ, ഇപ്പൊ കുറച്ച് ആശ്വാസം കിട്ടി തുടങ്ങിയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ കുറച്ച് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് പറഞ്ഞുതരാം. വേണ്ട, ഇപ്പൊ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നഷ്ടപ്പെട്ടതൊന്നൊരു നഷ്ടമല്ലടാ. എനിക്കറിയാം, പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി?
അതിനൊക്കെ ചില എളുപ്പ വഴികളുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഇമോഷണൽ ആയിരിക്കുന്ന കാരണം എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഡാ ചേച്ചി ഇങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയെന്നാ ഈ നിലയിലായത്. അത് സ്വിച്ച് ഇട്ട പോലെ അടുത്ത സെക്കൻഡിലൊന്നുമല്ലല്ലോ. അതുപോലെ എൻ്റെ മനസ്സും ശരിയാവും. അതിനകത്ത് ജിംകോ എൻ്റെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്നാൽ നെഗറ്റീവ്സ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, ഇടട്ടെ? ആദ്യം കുറച്ച് നേരത്തിന് നാക്ക് വായി തന്നെ ഇട്ടാൽ മതി. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കണേ? അതിൻ്റെ മനസ്സിൽ വിഷമമുണ്ടെന്നുള്ളത് എൻ്റെ മൈൻഡും പുറത്തുള്ളവർ അറിയാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ എന്ത് ചെയ്താലാ സാമിന് ഇതൊന്നും മറക്കാൻ പറ്റുക? എനിക്കറിയാം സാമിന് പ്രതികാരം ചെയ്യാതെ സമാധാനം കിട്ടില്ലെന്ന്. അതിനവനെ കണ്ടുകിട്ടണ്ടേ? കണ്ടു കിട്ടിയ കണ്ടുകിട്ടിയാൽ ഞാൻ പ്രതികരിക്കും, ജിംകോമിനേക്കാളും വെറൈറ്റി ആയിട്ട്. എന്നാ പ്ലാൻ ചെയ്തോ. അവനെ കണ്ടുകിട്ടി, അവനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ഇന്ന് ഇവിടെ ഈ സ്ഥലത്തെത്തും. ഇന്ന് അവിടെ ചെന്നാ നമുക്ക് അവനെ കാണാം. ഇടിച്ചിടിച്ച് അവനൊരു പാഠം പഠിപ്പിക്കണം. അവൻ എന്റെ കയ്യിൽ കിട്ടി ഇടിക്കും ഞാൻ. അവനൊന്ന് കാണണം, കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് സംസാരിക്കണം. അതെ, അവിടെ പോയിട്ട് മോൻ ചിരിച്ചു നിൽക്കുവോ? എന്താ പ്ലാൻ? കം കം